എത്ര വെയിറ്റ് കുറഞ്ഞാണ് ചേച്ചി? ഞാനാ 16 കിലോ. എത്ര മാസം എടുത്തിട്ടായിരുന്നു? 3 months. അർജുൻ ചേട്ടൻ ജോയിൻ ചെയ്തോ ഇതിലോ? ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇൻഫ്ലുവൻസറായ സൗഭാഗ്യ വെങ്കടേഷിനെ കുറിച്ചാണ്. അതായത് പുള്ളിക്കാരിയുടെ ഒരു വെയിറ്റ് ലോസ് ജേർണിനെ കുറിച്ച് പുള്ളിക്കാരി റീസെൻ്റ്ലി ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വെയിറ്റ് ലോസ് ജേർണിനെ കുറിച്ച് ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ബേസിക്കലി പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട്. പുള്ളിക്കാരി എന്നത് വെയിറ്റ് ലോസ് ജേർണിക്ക് വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്ത് ഒരു ഇഞ്ചക്ഷനാണ് ഈ പുള്ളിക്കാരി ബേസിക്കലി മെയിനായിട്ട് യൂസ് ചെയ്ത്. പുള്ളിക്കാരി വേറെ ഡയറ്റോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, അതായത് വർക്കൗട്ടോ കാര്യങ്ങളൊന്നും കൊണ്ട് പുള്ളിക്കാരിക്ക് പ്രോപ്പർ റിസൾട്ട് ഉണ്ടായില്ല. അപ്പോൾ പുള്ളിക്കാരി ഈ ഇഞ്ചക്ഷൻ യൂസ് ചെയ്തിട്ടാണ് പുള്ളിക്കാരിക്ക് റിസൾട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോനെ ബേസ് ചെയ്ത് പുള്ളിക്കാരിക്ക് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ബേസിക്കലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഫസ്റ്റ് പുള്ളിക്കാരി പറഞ്ഞ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഇഞ്ചക്ഷൻ എടുക്കണ കാര്യം ഞാൻ വളരെ ഓപ്പൺ ആയിട്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിച്ചത്. കേൾക്കാമോ? അപ്പോൾ അത് ഞാൻ ഓപ്പൺ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചത് എല്ലാവർക്കും ഒരു പ്രചോദനം ആയിക്കോട്ടെ, എല്ലാവരും ഈ ഇഞ്ചക്ഷൻ എടുക്കണം, കണ്ടിട്ട് പോയി എടുക്കട്ടെ എന്നുള്ളത് കൊണ്ടല്ല. ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഞാൻ മറ്റേ ഡയറ്റിലും എക്സസൈസിലൂടെയാണ് മെലിഞ്ഞാന്ന് എനിക്ക് തള്ളാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമില്ല. എനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉള്ളതുപോലെ പറയണത് കേട്ടോ. അല്ലാതെ ആരും ഇത് കണ്ടിട്ട് പോയി എല്ലാവരും ഇഞ്ചക്ഷൻ എടുത്ത് മെരിയാനോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്കൊരു ഡീമോട്ടിവേഷൻ ആകാനോ അങ്ങനെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്. ഞാൻ എങ്ങനെയാണ് വെയിറ്റ് ലോസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിന് മുന്നേ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ആക്റ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. യെസ്, ഇന്നത്തെ പുള്ളിക്കാരി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പുള്ളിക്കാരിക്ക് അത് ഇതേപോലെ റിസൾട്ട് വരാനുള്ള മെയിൻ റീസൺ പുള്ളിക്കാരിക്ക് ഒരു ഇഞ്ചക്ഷൻ, വെയിറ്റ് ലോസ് ഇഞ്ചക്ഷനാണ്. പുള്ളിക്കാരി ഡയറ്റും ഇതും വർക്കൗട്ടും നോക്കി, പക്ഷേ പുള്ളിക്കാരിക്ക് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടിയില്ലെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഇഞ്ചക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അങ്ങനത്തെ വെയിറ്റ് ലോസ് ഇഞ്ചക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ അത് നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണെന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ബിൽഡേഴ്സ് യൂസ് ചെയ്യുന്ന മസിൽ വരാനായിട്ട് യൂസ് ചെയ്യുന്ന ഇഞ്ചക്ഷൻസ്, അത് സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്തില്ലേ, അതേ ടൈപ്പ് സിമിലർ പാറ്റേൺ തന്നെയാണ് ഇതും. പിന്നെ കുറേ പേരുടെ സംശയമാണ് ഈ ഇഞ്ചക്ഷൻ ശരിക്കും ഉടായ്പാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അതിനുള്ളൊരു ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇത് ഇഞ്ചക്ഷൻ മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് റിസൾട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഇഞ്ചക്ഷൻ പുള്ളിക്കാരിക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ പുള്ളിക്കാരിക്ക് റിസൾട്ട് കിട്ടും. അതായത് വെയിറ്റ് കുറയും. ഏകദേശം 16 കിലോ പുള്ളിക്കാരി കുറഞ്ഞെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് കുറയും, അത് ഉള്ളത് തന്നെയാണ്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പുള്ളിക്കാരി പഴയ സ്റ്റേറ്റ് ഓഫ് ഇതിൽ തന്നെ വരും. അത് പുള്ളിക്കാരി ഇപ്പോൾ തടിച്ചായിരുന്നെങ്കിൽ ആ പഴയ വെയിറ്റ് കണ്ടീഷനിൽ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വരും. അത് പെർമനൻ്റ് അല്ല. ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് ആ ഒരു കണ്ടീഷനിൽ നിൽക്കണമെന്ന് ഒരു ഇതുമില്ല. അതായത് ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം സ്ലിം ആയിട്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ എന്നാൽ പിന്നെ ഈ നാട്ടിൽ ജിമ്മുകളൊക്കെ അങ്ങ് അടച്ചു പൂട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു കോൺസെപ്റ്റ് അല്ല പുള്ളിക്കാരിക്ക്. അതായത് പുള്ളിക്കാരി 16 kg കുറച്ചു. അതായത് ഈ ഒരു സൈക്കിൾ പുള്ളിക്കാരിക്ക് വെയിറ്റ് കുറച്ചിട്ടുണ്ട്, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, അതായത് പ്രോപ്പറായിട്ട് ഡയറ്റും വർക്കൗട്ടും ചെയ്തില്ലെങ്കിൽ പുള്ളിക്കാരി പഴയ സ്റ്റേജിലോട്ട് വീണ്ടും ആവും. അത് നമ്മുടെ ബോഡി ബിൽഡേഴ്സ് മസിൽ വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇഞ്ചക്ഷൻസ്, അതായത് സ്റ്റിറോയിഡ്സ്, അതാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. അതായത് സ്ലിം ആയിട്ടിരുന്ന ഒരാളെ ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ യൂസ് ചെയ്ത് സൈക്കിൾ യൂസ് ചെയ്തിട്ട് മാസമായിട്ട് മസിൽസ് വരുത്താൻ പറ്റും. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, അതായത് പ്രോപ്പറായിട്ട് ഡയറ്റും പിന്നെ വർക്കൗട്ടും ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഈ കുത്തിവെച്ച ഇഞ്ചക്ഷൻസ് ഉണ്ടാക്കി വെച്ച മസിൽസ് അപ്പാടെ പോവും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പോവും. പുള്ളിക്കാരിക്ക് ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്ത് ഈ ഇഞ്ചക്ഷൻ യൂസ് ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്ത് വെച്ച ഈ ഒരു റിസൾട്ട് പുള്ളിക്കാരി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പുള്ളിക്കാരിക്ക് അത് പോവും. പിന്നെ ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരി അങ്ങനെ ലേസി ആയിട്ട് ഇരിക്കുന്ന 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളല്ല. പുള്ളിക്കാരി നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളാണ്. അതിനൊരു ജസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കാരുടെ വീട്ടിൽ പശു, ആട്, അങ്ങനെ കുറേ പട്ടികൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയ വീടാണ് പുള്ളിക്കാരുടേത്. അപ്പോൾ പുള്ളിക്കാരിക്ക് എപ്പോഴും പുള്ളിക്കാരി ഇതേപോലത്തെ പശുവിനൊക്കെ നോക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. അത്യാവശ്യം നല്ല പണിയുള്ള കാര്യമാണ്. അതിനെ കുളിപ്പിക്കുന്നതും അതിൻ്റെ ഷെഡൊക്കെ വൃത്തിയാക്കുന്ന ഒരു അത്യാവശ്യം നല്ല ഇരട്ടിപ്പണിയുള്ള കാര്യമാണ്. പിന്നെ അത്യാവശ്യം കുറേ പട്ടികളുണ്ട് പുള്ളിക്കാരിക്ക്, പിന്നെ ആട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്കാരിക്ക്. അപ്പോൾ പുള്ളിക്കാരി നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി ഓൾറെഡി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഈ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ പുള്ളിക്കാരി വർക്കൗട്ട് ചെയ്യുന്നില്ലെങ്കിൽ പുള്ളിക്കാരി നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ എന്ന് വെച്ച് പൈസ ഉള്ള ഒരാൾ വന്ന് നാളെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വെറുതെ വീട്ടിൽ അടങ്ങിക്കൊത്തി ഇരുന്ന് കഴിഞ്ഞാൽ റിസൾട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇഞ്ചക്ഷൻ്റെ ഒരു സൈക്കിള്, അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സൈക്കിൾ വരാം. ഈ ഇഞ്ചക്ഷൻ ഇത്രയും വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ ഈ 3 മാസത്തിൽ അല്ലെങ്കിൽ 2 മാസത്തിൽ ഇത്രയും തവണ വന്ന് എടുക്കുക, എന്നാൽ നിങ്ങൾക്ക് റിസൾട്ട് വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമായിരിക്കും.
പക്ഷേ ആ റിസൾട്ട് നിങ്ങൾക്ക് ത്രൂ ഔട്ടിൽ നിങ്ങൾക്ക് ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടണം. ഇത് പണ്ട് പാർവതി എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഫേസ് യോഗയെ കുറിച്ച് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫേസ് യോഗ ചെയ്താൽ മാത്രം നമ്മുടെ ഈ ഫേസ് തടിയുടെ ഇതൊക്കെ കിട്ടും, ജോ ലൈനൊക്കെ കുറയുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഡോക്ടർമാർ വരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് കലോറി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് എടുത്തില്ലെങ്കിൽ പേഷ്യൻ്റ്, അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 2000 കലോറി ഒരു ദിവസം കഴിക്കുന്നതെന്ന് വെച്ചോ, ആ 2000 കലോറിയിൽ നിന്ന് നിങ്ങളത് കുറച്ച് അതൊരു 1800, അത് 1700 അങ്ങനെ കലോറി കുറച്ച് നിങ്ങളുടെ ഡയറ്റിൽ അത് ആ കലോറി കുറച്ച് വരുന്നതിനാണ് കലോറി ഡെഫിഷ്യൻ എന്ന് പറയുന്നത്. ആ സാധനം ഇൻക്ലൂഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും തടി കുറയില്ല. അതായത് കലോറി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ തടി ഒരിക്കലും കുറയില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടേണ്ട ഒരാളാണെങ്കിൽ ഇപ്പോൾ 2000 കലോറി കഴിക്കുന്ന ഒരാൾ ഒരു 100 കലോറിയും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഇച്ചിരി വെയിറ്റ് കൂടി വരും. അപ്പോൾ ഈ പുള്ളിക്കാരി പറയുന്ന പോലെ ഇഞ്ചക്ഷൻ, പുള്ളിക്കാരി കുറേ ഡയറ്റും ഇതും പുള്ളിക്കാരി ട്രൈ ചെയ്തെന്നാണ് പറഞ്ഞത്. എനിക്കൊന്ന് പുള്ളിക്കാരിയുടെ കാലറി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡയറ്റ് എല്ലാം തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടാത്തത്. പക്ഷേ ഈ പുള്ളിക്കാരി ഇഞ്ചക്ഷൻ എടുത്ത സമയത്ത്, ഈ സൈക്കിൾ യൂസ് ചെയ്ത സമയത്ത് പുള്ളിക്കാരിയുടെ വെയിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞു. അത് 16 കിലോ അടുപ്പിച്ച് കുറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ പുള്ളിക്കാരി കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എക്സസൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഡയറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നല്ല, സ്റ്റിൽ ഡയറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ചെയ്തിട്ട് ഒരു മാറ്റവും വരാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രീറ്റ്മെന്റിനെ പറ്റി അറിയുകയും, എന്നാൽ തന്നെ ഇതെല്ലാവർക്കും പോയി എടുക്കാനൊന്നും പറ്റില്ല. ഒരു പർട്ടിക്കുലർ BMIക്ക് മേളിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് എൻ്റെ ബോഡിയുടെ കണ്ടീഷൻ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ ഫിറ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. സോ സ്റ്റോപ്പ് സ്പ്രെഡിങ് ഹേറ്റ്രെഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ പോയി കാണുക. ഡോക്ടർ നിങ്ങൾക്കത് അപ്രൂവ് ചെയ്താൽ നിങ്ങൾക്കത് എടുക്കാൻ പറ്റും. ഇല്ലാതെ എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ടോട്ടലി ഫൈൻ, അത് എടുക്കണ്ട. സ്റ്റിൽ എക്സസൈസും ഡയറ്റും ഒക്കെ തന്നെയാണ് ദി ബെസ്റ്റ് രീതി. കാരണം അതിനത്രയും ഇത്രയും പൈസ ചെലവില്ല. സോ ഇത് കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ്, എല്ലാവർക്കും അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. മേ ബി എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാവരും വന്ന് ചാടിക്കറി ചെയ്യാതിരിക്കാനും കൂടി ആയിരിക്കും ഇങ്ങനെ ഒരു റേറ്റ് വെക്കുന്നത് കേട്ടോ. യെസ്, പുള്ളിക്കാരിക്ക് റിസൾട്ട് കാണാത്തതുകൊണ്ടാണ് പുള്ളിക്കാരി സൈക്കിൾ യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം പുള്ളിക്കാരി പറയുന്നുണ്ട്, പുള്ളിക്കാരി ഇത് ഡയറ്റും വർക്കൗട്ടും കണ്ടിന്യൂ എന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരി ഫിസിക്കൽ ഇതേപോലെ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഇത് കാണുന്ന ചില പൈസക്കാർ വിചാരിക്കും, അതായത് ഇതേപോലെ ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിലിരുന്നാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ജിമ്മിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഈ മസിൽ വരാനായിട്ടൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, ഇഞ്ചക്ഷൻ കുത്തിയിട്ട് വെറുതെ അങ്ങ് ഇരുന്നാൽ പോരെ. അങ്ങനെയല്ല. ഇപ്പോൾ ഈ ബോഡി ബിൽഡേഴ്സൊക്കെ ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ടും വർക്കൗട്ടും ഡയറ്റും യൂസ് ചെയ്ത് എന്നാൽ മാത്രമേ അവർക്ക് റിസൾട്ട് എടുത്തുള്ളൂ. അല്ലാതെ ചുമ്മാ നമ്മളൊരു ബോഡി ബിൽഡേഴ്സൊക്കെ ഈ മസിൽ വരാനുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ട് വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് മസിൽ വരത്തില്ല. അതായത് ചെറിയ എമൗണ്ടിലൊരു ഇത് കാണും, പക്ഷേ അവരെ വർക്കൗട്ടും പ്രോപ്പറായിട്ട് ഡയറ്റും ഇല്ലെങ്കിൽ അത് അവർക്ക് കിട്ടത്തില്ല. അതേപോലെയാണ് സിമിലർ കണ്ടീഷനാണ് ഇത്. വെയിറ്റ് ലോസിൻ്റെ ഈ ഒരു മെഡിസിൻസ് വരെ ഉണ്ട്. വെയിറ്റ് ലോസ് മെഡിസിൻ, ശരിക്കും പറഞ്ഞാൽ ഈ വെയിറ്റ് ലോസ് മെഡിസിൻസിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് കുറയ്ക്കും. അതായത് ഇപ്പം നിങ്ങൾ നല്ലതായിട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ സാധനം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വിശപ്പ് കുറയ്ക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വിശപ്പ് കുറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പൊതുവേ നമ്മുടെ ആഹാരത്തിൻ്റെ ഇത് കുറയ്ക്കും, തീറ്റ കുറയ്ക്കുമ്പോൾ എന്താ, നമ്മൾ സ്വാഭാവികമായിട്ട് മെലിയും. അതാണ് യൂഷ്വലി വെയിറ്റ് ലോസിൻ്റെ മെഡിസിൻസ് ഒക്കെ ബേസിക്കലി കാണിക്കുന്നത്. പിൽസൊക്കെ പണ്ട് തൊട്ടേ ഇറങ്ങിയിട്ടുള്ള ഇഞ്ചക്ഷൻസ് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഇറക്കിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുള്ളിക്കാരി യൂസ് ചെയ്യുന്നത്. എൻ്റെ യൂട്യൂബിൽ വ്ളോഗ് കാണുന്നവർ സത്യം പറഞ്ഞാൽ അങ്ങനെ കമൻറ്റ് ചെയ്യത്തില്ല കേട്ടോ. എന്നെ പറ്റി ഒരു ചുക്ക് പറഞ്ഞിടാത്ത ആൾക്കാരാണ് ഞാൻ വളരെ ഈസി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മെലിയെന്നൊക്കെ പറഞ്ഞു. എൻ്റെ വ്ളോഗ് കാണുന്ന ആൾക്കാരൊക്കെ ഞാൻ എന്തെല്ലാം ചെയ്യില്ല എന്നുള്ളതൊക്കെ അറിയാം. ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ ഡെയിലി വ്ളോഗിൽ ഞാൻ ചില ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ റീലായിട്ട് 1 മിനിറ്റ് ആയിട്ട് ഇടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്നെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർ അവർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലൈറ്റ് ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്കും ക്യാമറയുടെ ഫ്രണ്ടിൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഞാൻ വീട്ടിലങ്ങനെ ഒന്നും ചെയ്യാറില്ല. അവർക്ക് ആശമ്മയെ പറ്റി അറിയില്ല, എൻ്റെ വീട്ടിൽ ഹൗസ് ഹെൽപ്പ് ഇല്ല, ഞാൻ മറച്ചു വെച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി നമ്മളിപ്പോൾ ഒരു ചുക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ഈ കമൻറ്റ് ചെയ്യണത്. പിന്നെ അവരെ എനിക്ക് എൻ്റെ ബ്ലോഗ് കാണാൻ വരൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. അല്ലാത്ത എൻ്റെ ഒരു യൂഷ്വൽ ഓഡിയൻസ് ഉണ്ടല്ലോ, അവർക്ക് എന്നെ പറ്റി അറിയാലോ എന്നുള്ളതാണ് എൻ്റെ ആ ഒരു സമാധാനം കേട്ടോ. ORS കുടിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ORS കുടിക്കണം നല്ലതാണ്. ORS അല്ലെങ്കിൽ PCAA അങ്ങനെ ഏത് വേണമെങ്കിലും കുടിക്കാം കേട്ടോ. ഞാൻ റെഡിയായി, നമുക്കിനി ജിമ്മിലോട്ട് പോവാം. കേട്ടല്ലോ, പുള്ളിക്കാരി ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ റെഡിയായി, ഇനി നമുക്ക് ജിമ്മിലോട്ട് പോകാൻ തുടങ്ങുന്നത്. അതായത് പുള്ളിക്കാരി ഈ ഇഞ്ചക്ഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി ജിമ്മും വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പേരെ തെറ്റിയാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ പെർട്ടിക്കുലർ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് റിസൾട്ട് കിട്ടും. ഈ റിസൾട്ട് ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണ്ടേ.
പിന്നെ ഈ BCAA എന്ന് പറഞ്ഞ സാധനം ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ് എന്ന് പറഞ്ഞ സാധനമാണ്. അത് ആക്ച്വലി മസിൽ റിക്കവറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മസിൽസ് സോർനെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റിക്കവറി ഫാസ്റ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് BCAA എന്ന് പറഞ്ഞത്. ഇത് അത് നമ്മൾ നോർമലി സപ്ലിമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. വേ പ്രോട്ടീൻ ഇതൊക്കെ നോർമൽ സപ്ലിമെൻറ്റ്സ് ആയിട്ട് സ്റ്റീറോയിഡ്സോ കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ഈ പുള്ളിക്കാർ വ്യക്തമായി പറയുന്നുണ്ട് ഈ ഇഞ്ചക്ഷൻ എല്ലാവർക്കും സൂട്ടബിൾ അല്ല. അതായത് അവരവരുടെ ബോഡി കണ്ടീഷൻ നോക്കും, പിന്നെ അത് ബോഡി മാസും മറ്റേ ഇതൊക്കെ നോക്കും, ബോഡി വെയ്റ്റും ബോഡി മാസും ആ ഇതൊക്കെ നോക്കും. അതിനുശേഷം ബ്ലഡ് ടെസ്റ്റ് നോക്കും. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതായത് നിങ്ങളുടെ ലിവർ ഫംഗ്ഷനും കിഡ്നി ഫംഗ്ഷനും ഇതൊക്കെ നോർമൽ ആണെങ്കിൽ മാത്രമേ ഈ ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഓൾറെഡി ലിവറിന് എന്തെങ്കിലും ഫാറ്റി ലിവർ ആയിട്ടുള്ള ഒരാളാണെങ്കിലോ മറ്റേ ഈ ടൈപ്പ് കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിലോ ഇത് കൊടുക്കില്ല. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സൈഡ് എഫക്ട്സ് കിട്ടും. അത് ഇതൊക്കെ നോർമലായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇത് നമ്മൾ ഈ അനബോളിക് സ്റ്റിറോയിഡ്സ് ആയിക്കോട്ടെ ഇതായിക്കോട്ടെ ഇതൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലിവറിനെ ആയിരിക്കും. ഈ ഇഞ്ചക്ഷൻസ് ആയിക്കോട്ടെ നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന ലിവർ ആയിരിക്കും. അപ്പോൾ ഓൾറെഡി ലിവറിനൊക്കെ കംപ്ലൈൻറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമ്മതിക്കത്തില്ല ഡോക്ടർ. അത് വേറെ കാര്യം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫാറ്റി ലിവർ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ പറയും പറ്റില്ല എന്ന് പറയും. അപ്പോൾ കംപ്ലീറ്റ്ലി നോർമലായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഇഞ്ചക്ഷൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ഈ ഒരു ഇഞ്ചക്ഷൻ്റെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലൊരു പേഴ്സണൽ ട്രെയിനറിനെ ഹയർ ചെയ്തതിന് ശേഷം നല്ല കാലറി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡയറ്റ് ചൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ 2000 കാലറിയാണ് നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറി എങ്കിൽ അത് നിങ്ങൾ ഓരോ ആഴ്ച വരുമ്പോഴത്തേക്കും അത് കുറച്ചായിട്ട് കുറയ്ക്കുക. 1900 ആക്കുക, 1900 ആക്കുക, അങ്ങനെ കുറച്ച് വരുമ്പോഴത്തേക്കുമാണ് നിങ്ങൾക്കൊരു പ്രോപ്പർ വെയിറ്റ് ലോസ് കിട്ടുന്നത്. ഇപ്പോൾ വെയിറ്റ് കൂട്ടുന്ന ആളെന്ത് ഇപ്പോൾ എൻ്റെ ബോഡി വെയിറ്റിന് അനുസരിച്ച് 2000 കാലറി കഴിക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ എനിക്ക് വെയിറ്റ് കൂട്ടണമെങ്കിൽ എനിക്ക് ഈ കാലറി കൂട്ടി വരണം. അത് കുറച്ച് ആഴ്ചയിൽ എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് കൂട്ടാനൊന്നുമല്ല. അതായത് ഒരു ആഴ്ച ഇത്രയും കാലറി കൂട്ടുക, അതിന് അടുത്ത ആഴ്ച ഇത്രയും കാലറി കൂട്ടുക, അങ്ങനെ പതുക്കെ കൂട്ടി വരുമ്പോഴത്തേക്കും 1 മന്തിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. 1 മാസം തന്നെ കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് മാറ്റം അറിയാൻ പറ്റും. അങ്ങനെ ഒരു 3 മന്ത്സ് കൊണ്ട് നിങ്ങൾ ഇതേപോലെ കാലറി ഡെഫിഷ്യൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ ഇതേപോലത്തെ ഇഞ്ചക്ഷൻസിൽ പോകാതിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇതിനൊക്കെ നല്ല രീതിയിൽ സൈഡ് എഫക്ട്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വിശപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലിവറിൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും, കിഡ്നിയിൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതേപോലത്തെ ഇഞ്ചക്ഷനിൽ പോകാതിരിക്കുക, നിങ്ങൾ ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഇതായിട്ട് യൂസ് ചെയ്യുക. പുള്ളിക്കാരി ഇന്നത്തെ വീഡിയോയിൽ പേഴ്സണലായിട്ട് പറയുന്നത് വെച്ചാൽ പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ജേർണി ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരി ട്രൈ ചെയ്തു, പക്ഷേ പുള്ളിക്കാരിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുള്ളിക്കാരി ഇതിലോട്ട് പോയി. പുള്ളിക്കാരി പേഴ്സണലി എടുത്തു പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഡയറ്റും വർക്കൗട്ട് ആവാത്തതുകൊണ്ടാണ് പുള്ളിക്കാരി ഇതിലോട്ട് പോയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും പുള്ളിക്കാരി വീഡിയോ കാണുന്ന എല്ലാവരും ഇതിലോട്ട് ഏർപ്പെടണമെന്ന് പുള്ളിക്കാരി പറയുന്നില്ല. അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. എത്ര വെയിറ്റ് കുറഞ്ഞാണ്? 16 കിലോ. എത്ര മാസം എടുത്തിട്ടായിരുന്നു? 3 months. അർജുൻ ചേട്ടൻ ജോയിൻ ചെയ്തോ ഇതിലോ? അങ്ങനെ അത് എല്ലാവർക്കും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അത് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ നോക്കി അപ്രൂവ് ചെയ്തിട്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിന് റൈറ്റ് കാൻഡിഡേറ്റ്. കണ്ടല്ലോ, അത് എല്ലാവർക്കും എടുക്കാം. പുള്ളിക്കാരി 3 മാസം കൊണ്ടാണ് 16 കിലോ കുറച്ചത്. അപ്പോൾ ഇത് എല്ലാവർക്കും എടുക്കുന്ന ടൈപ്പ് ഇഞ്ചക്ഷനും അല്ല. എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.